ജനീവയിലെ ഏറ്റവും പ്രശസ്തമായ ന്യൂക്ലിയർ റിസർച്ച് സെൻ്ററാണ് CERN. ഇവിടെ ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു സൂക്ഷിച്ചിരിക്കുന്നു. ആ വസ്തുവാണ് ആൻറ്റിമാറ്റർ. 1 ഗ്രാം ആൻറ്റിമാറ്ററിൻ്റെ മൂല്യം $62 ട്രില്യൺ. ഇന്ത്യയുടെ GDP $5 ട്രില്യൺ. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോഴാണ് ആൻറ്റിമാറ്ററിൻ്റെ മൂല്യം എത്ര വലുതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. 1 ഗ്രാം ആൻറ്റിമാറ്റർ ഉപയോഗിച്ച് ഒരു ആറ്റം ബോംബ് ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ഊർജം സൃഷ്ടിക്കാൻ കഴിയും. അതായത് ഒരു ആറ്റം ബോംബിനേക്കാൾ കൂടുതൽ പ്രഹരശേഷി ഈ 1 ഗ്രാം ആൻറ്റിമാറ്റർ നൽകാൻ കഴിയുമെന്നർത്ഥം. ദ ഡാവിഞ്ചി കോഡ് എന്ന പ്രശസ്തമായ നോവൽ എഴുതിയ ഡോൺ ബ്രൗണിൻ്റെ വേറൊരു ത്രില്ലറാണ് ഏഞ്ചൽസ് ആൻഡ് ഡെമൺസ്. ഇതിനകത്ത് സ്വിറ്റ്സർലാൻഡിലെ CERN എന്ന ന്യൂക്ലിയർ റിസർച്ച് സെൻ്ററിൽ നിന്ന് മോഷ്ടിക്കപ്പെടുന്ന ഒരു കാനിസ്റ്ററിനുള്ളിലെ ആൻറ്റിമാറ്ററിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഒപ്പം അവിടുത്തെ പ്രമുഖ ശാസ്ത്രജ്ഞനും കൊല്ലപ്പെടുന്നു. CERNിലെ പ്രമുഖ ശാസ്ത്രജ്ഞനും കൊല്ലപ്പെടുന്നുണ്ട്. ഈ കാനിസ്റ്ററിനുള്ളിലെ ആൻറ്റിമാറ്റർ ഉപയോഗിച്ച് വത്തിക്കാൻ സിറ്റിയെ മുഴുവൻ നശിപ്പിക്കാനുള്ള ഒരു ഗൂഢാലോചന നടക്കുന്ന കാര്യവും അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പം ഞാൻ ആ കഥ പറയാനല്ല ഉദ്ദേശിക്കുന്നത്. പ്രസ്തുത നോവൽ ഒരു ഫിക്ഷനാണ്, പക്ഷേ അതിനുള്ളിൽ പ്രതിപാദിക്കുന്ന ആൻറ്റിമാറ്റർ റിയലാണ്. ഈ ആൻറ്റിമാറ്ററിനെ കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. എന്താണ് ആൻറ്റിമാറ്റർ? പ്രതിദ്രവ്യമെന്ന് നമുക്ക് പറയാം. ഒരു ദ്രവ്യത്തിൻ്റെ നേർവിപരീത ദ്രവ്യമാണ് ആൻറ്റിമാറ്റർ. എല്ലാ ദ്രവ്യങ്ങളും ആറ്റങ്ങളാൽ നിർമ്മിതമാണ്. ആറ്റങ്ങളാകട്ടെ ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും ന്യൂട്രോണുകളും കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. ഇലക്ട്രോണിൻ്റെ അതേ മാസും വിപരീത ചാർജും. ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവാണ്, അതിൻ്റെ വിപരീത ചാർജ് എന്നാൽ പോസിറ്റീവാണ്. പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോണിൻ്റെ അതേ മാസുള്ള പാർട്ടിക്കിളാണ് പോസിട്രോൺ. ഈ പോസിട്രോണാണ് ഇലക്ട്രോണിൻ്റെ ആൻറ്റിമാറ്റർ. ഈ ആൻറ്റിമാറ്ററും മാറ്ററും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അവ പെട്ടെന്ന് ഇല്ലാതായിത്തീരും. അതിനെ പെയർ അനിഹിലേഷൻ എന്നാണ് പറയുന്നത്. ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. പോസിട്രോൺ ആദ്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്തത് ബ്രിട്ടീഷ് ഫിസിസിസ്റ്റായ ഡിറാക്കാണ്. അദ്ദേഹം ക്വാണ്ടം മെക്കാനിക്സിനെയും റിലേറ്റിവിറ്റി തിയറിയെയും സംയോജിപ്പിച്ചുകൊണ്ട് ഒരു ഫ്രീ ഇലക്ട്രോണിൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കിയെടുത്തു. ഈ ഇക്വേഷൻ്റെ സൊല്യൂഷനിൽ 2 എനർജികൾ വന്നുപെട്ടു. ഒരു പോസിറ്റീവ് എനർജിയും മറ്റൊന്ന് നെഗറ്റീവ് എനർജിയും. എന്ന് വെച്ചാൽ ഇലക്ട്രോണിന് പോസിറ്റീവ് എനർജി ഉണ്ടായിരിക്കാം, നെഗറ്റീവ് എനർജി ഉണ്ടായിരിക്കാം എന്ന് വന്നു. അപ്പോൾ ഇത് നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് ഒരു ഫ്രീ ഇലക്ട്രോണിനെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായ ഒന്നാണ്. അപ്പോൾ ഇതിനെ അദ്ദേഹം ഓവർകം ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു പ്രഡിക്ഷൻ നടത്തിക്കൊണ്ടാണ്. ഇവിടെ ഇലക്ട്രോണിൻ്റെ എനർജി പോസിറ്റീവ് മാത്രമേ ഉള്ളൂ. പക്ഷേ 2 തരത്തിലുള്ള ഇലക്ട്രോണുകളുണ്ട്. പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോണും ഉണ്ട്, നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണും ഉണ്ട്. അങ്ങനെ പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളുടെ ഒരു പ്രഡിക്ഷൻ ഡിറാക്ക് നടത്തി. ശേഷം ഇത് 1928 ഈ പ്രഡിക്ഷൻ നടത്തിയത്. 1932 അമേരിക്കൻ ശാസ്ത്രജ്ഞനായ ആൻഡേഴ്സൺ ഒരു പരീക്ഷണം വഴി ഈ പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോണിനെ കണ്ടെത്തി. അങ്ങനെയാണ് ആദ്യമായിട്ട് ആൻറ്റിമാറ്റർ കണ്ടെത്തുന്നത്. നമ്മൾ കഴിക്കുന്ന വാഴപ്പഴത്തിൽ പോസിട്രോൺ ഉണ്ട്. അത് പോസിട്രോൺ എമിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം വാഴപ്പഴത്തിനുള്ളിൽ നിങ്ങൾക്കറിയാം പൊട്ടാസ്യം ഉണ്ട്. പൊട്ടാസ്യം 40 എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവാണ്. ഓരോ 75 മിനിറ്റിലും ഒരു പോസിട്രോൺ വെച്ച് വാഴപ്പഴം പുറത്തേക്ക് വിടുന്നുണ്ട്. അപ്പോൾ നാം കഴിക്കുന്ന വാഴപ്പഴത്തിനകത്ത് ആൻറ്റിമാറ്റർ അടങ്ങിയിരിക്കുന്നു. പക്ഷേ ഈ ആൻറ്റിമാറ്റർ ആയ പോസിട്രോൺ പുറത്തു വന്നാൽ ഉടനെ തന്നെ അത് ഇല്ലാതായിത്തീരുന്നു എന്നുള്ളതാണ് വസ്തുത. ഇലക്ട്രോണിൻ്റെ ആൻറ്റി പാർട്ടിക്കിൾ പറഞ്ഞു പോസിട്രോൺ. ഇതേപോലെ പ്രോട്ടോണിനും ഉണ്ട് ആൻറ്റി പാർട്ടിക്കിൾ. പ്രോട്ടോണിൻ്റെ ആൻറ്റി പാർട്ടിക്കിളാണ് ആൻറ്റി പ്രോട്ടോൺ. നിങ്ങൾ ഊഹിക്കാവുന്നേ ഉള്ളൂ. ആൻറ്റി പ്രോട്ടോണിൻ്റെ മാസ് പ്രോട്ടോണിൻ്റെ അതേ മാസ് തന്നെ ആയിരിക്കും. ചാർജ് നെഗറ്റീവായിരിക്കും. പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവാണ്, എന്നാൽ ആൻറ്റി പ്രോട്ടോണിൻ്റെ ചാർജ് നെഗറ്റീവായിരിക്കും. ന്യൂട്രോണിന് ആൻറ്റി പാർട്ടിക്കിളുണ്ട്, അതാണ് ആൻറ്റി ന്യൂട്രോൺ. പക്ഷേ ന്യൂട്രോണിന് ചാർജ് ഇല്ല എന്ന് നിങ്ങൾക്കറിയാം. എങ്ങനെയായിരിക്കും ഈ ആൻറ്റി ന്യൂട്രോണും തമ്മിൽ വ്യത്യസ്തമായിരിക്കുന്നത്? ഓക്കെ, ന്യൂട്രോൺ ആയാലും പ്രോട്ടോൺ ആയാലും നിർമ്മിച്ചിരിക്കുന്നത് 3 ക്വാർക്കുകൾ കൊണ്ടാണ്, ക്വാർക്ക് പാർട്ടിക്കിൾ കൊണ്ടാണ്. ഈ സാധാരണ ന്യൂട്രോണിൽ ഒരു അപ്പ് ക്വാർക്കും 2 ഡൗൺ ക്വാർക്കും ഉണ്ടായിരിക്കും.
പക്ഷേ ഈ ക്വാർക്കുകൾക്ക് ഫ്രാക്ഷണൽ ചാർജ് ഉണ്ടെങ്കിലും അതിന് നെറ്റ് ചാർജ് 0 ആയിരിക്കും. എന്നാൽ ആൻറ്റി ന്യൂട്രോണിൽ ഒരു ആൻറ്റി അപ്പ് ക്വാർക്കും 2 ആൻറ്റി ഡൗൺ ക്വാർക്കും ഉണ്ടായിരിക്കും. ഈ രീതിയിലാണ് ന്യൂട്രോണും ആൻറ്റി ന്യൂട്രോണും തമ്മിൽ വ്യത്യസ്തമായിരിക്കുന്നത്. മാറ്ററുമായി ആൻറ്റി മാറ്റർ സംയോജിച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു ന്യൂട്രോൺ ഒരു ആൻറ്റി ന്യൂട്രോണുമായി ചേർന്ന് കഴിഞ്ഞാൽ പരിപൂർണമായ ഇല്ലായ്മ അഥവാ അനിഹിലേഷനാണ് സംഭവിക്കുന്നത്. അതായത് അത് മാസ് പൂർണ്ണമായും ഇല്ലാതായി ഊർജ്ജമായി മാറുന്നു. 100% എനർജി എഫിഷ്യൻസി ആയിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഫ്യൂഷൻ റിയാക്ഷനോ ഫിഷൻ റിയാക്ഷനോ ഒന്നും തന്നെ ഇത് അവകാശപ്പെടാൻ പറ്റില്ല. 100% എഫിഷ്യൻസിയാണ് മാറ്റർ ആൻറ്റി മാറ്റർ അനിഹിലേഷനിൽ സംഭവിക്കുന്നത്. 1 ഗ്രാം ആൻറ്റി മാറ്റർ ഊർജ്ജമാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഈ സമയം mc² എന്ന് പറയുന്ന ഫോർമുലയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, അതായത് എമ്മിൻ്റെ സ്ഥാനത്ത് 1 ഗ്രാം 10⁻³ കിലോഗ്രാം എന്ന് കൊടുക്കുക, സി സ്പീഡ് ഓഫ് ലൈറ്റ് 3 × 10⁸ മീറ്റർ/സെക്കൻഡ് കൊടുക്കുക. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഏകദേശം 10⁻14 ജൂളിനടുത്താണ്. നാഗസാക്കിയിൽ വർഷിച്ച ഒരു ബോംബിൻ്റെ അതേ പ്രഹരശേഷി ലഭിക്കാനായിട്ട് 1/2 ഗ്രാം മാറ്ററും 1/2 ഗ്രാം ആൻറ്റി മാറ്റർ മതിയാകും. മറ്റൊരു രസകരവും അത്ഭുതം നിറഞ്ഞതുമായ ഒരു കാര്യം കൂടെ പറയാം. ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടത് ബിഗ് ബാങ്ങിൽ നിന്നാണെന്നറിയാം. ബിഗ് ബാങ് സമയത്ത് മാറ്ററും ആൻറ്റി മാറ്ററും തുല്യമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കണം. ആൻറ്റി മാറ്ററും മാറ്ററും ചേർന്ന് ഊർജം ഉൽപ്പാദിപ്പിച്ചു, അഥവാ പ്രപഞ്ചം മുഴുവൻ ഊർജം കൊണ്ട് നിറഞ്ഞു. ഈ ഊർജത്തിന് തിരിച്ച് മാറ്ററും ആകാൻ കഴിയും. അപ്പോൾ തിരിച്ച് മാറ്ററും ആൻറ്റി മാറ്ററും സൃഷ്ടിക്കപ്പെടുന്നു. പക്ഷേ അങ്ങനെയാണെങ്കിൽ സൃഷ്ടിക്കപ്പെട്ട ആൻറ്റി മാറ്ററും വീണ്ടും ഊർജ്ജമായി മാറും. ഇത് തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. പക്ഷേ അങ്ങനെ സംഭവിക്കില്ല. എന്തുകൊണ്ടെന്നാൽ പ്രപഞ്ചം വികസിക്കുന്നതനുസരിച്ച് ഫോട്ടോണുകളുടെ എനർജി കുറയും. ഈ എനർജി കുറഞ്ഞു വന്ന് ഒരു നിശ്ചിത അളവിൽ കുറവുള്ള ഫോട്ടോണിന് ഒരിക്കലും മാറ്ററിനെ സൃഷ്ടിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഗാമ റേസ് ഉപയോഗിച്ച് നമുക്ക് ഇലക്ട്രോൺ പോസിട്രോൺ പെയറുകളെ സൃഷ്ടിക്കാൻ കഴിയും. നമ്മുടെ മുറിയിലെത്തുന്ന സാധാരണ ലൈറ്റ് ഫോട്ടോൺസിന് ഒരിക്കലും മെറ്റീരിയൽസിനെ സൃഷ്ടിക്കാൻ കഴിയത്തില്ല. കാരണം അവയ്ക്ക് സഫിഷ്യൻ്റ് ഊർജ്ജമില്ല എന്നതാണ് പ്രശ്നം. ഇനി ഇങ്ങനെ ആൻറ്റി മാറ്ററും സൃഷ്ടിക്കപ്പെട്ടിട്ട് എന്തുകൊണ്ട് മാറ്റർ മാത്രം കൂടുതലും ആൻറ്റി മാറ്റർ വളരെ കുറവുമായി? അവിടെയാണ് സൃഷ്ടിയുടെ ഒരു അത്ഭുതം എന്ന് പറയുന്നത്. അതിപ്പോൾ ശാസ്ത്രജ്ഞന്മാർക്ക് അജ്ഞാതമാണ്. എന്തുകൊണ്ടാണ് അവിടെ ഒരു അസിമെട്രി ഉണ്ടായത്? ഇതിനെ ബാരിയോൺ അസിമെട്രി പ്രോബ്ലം എന്നാണ് അറിയപ്പെടുന്നത് തന്നെ. ശാസ്ത്രജ്ഞന്മാർ കരുതുന്നത് ഇങ്ങനെയാണ്: സൃഷ്ടിയിൽ എവിടെയോ നമ്മുടെ മാറ്ററിന് ഒരല്പം ഒരു അപ്പർ ഹാൻഡ് കിട്ടി എന്ന് പറഞ്ഞാൽ ഒരല്പം കൂടുതൽ ആൻറ്റി മാറ്റർ ഒരല്പം കൂടുതൽ ആൻറ്റി മാറ്ററിനേക്കാൾ ഉണ്ടായി. ഈ ഒരല്പം കൂടിയ മാറ്ററും ആൻറ്റി മാറ്ററും ഇല്ലാതായിത്തീരുന്നു. അപ്പോൾ എത്ര കണ്ടാണോ കൂടുതലായിട്ട് മാറ്റർ ഉള്ളത്, ആ മാറ്ററാണ് ഇപ്പോൾ ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നത്. നിങ്ങളും ഞാനും ഈ കാണുന്ന ചുറ്റുപാടുള്ള എല്ലാം, നക്ഷത്രങ്ങളും ഗാലക്സികളും എല്ലാം ആ എക്സസായി ഉണ്ടായ മാറ്ററിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണ്. അങ്ങനെ ഒരു മാറ്റർ ഒരല്പം കൂടുതൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ, തുല്യമായ അളവിൽ മാറ്ററും ആൻറ്റി മാറ്ററും ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ദ്രവ്യമെന്ന് പറയുന്ന ഒന്ന് കാണില്ലായിരുന്നു. കാരണം ഈ മാറ്ററും ആൻറ്റി മാറ്ററും കൂടിച്ചേർന്ന് വെറും ഊർജം മാത്രം, ഫോട്ടോണുകൾ മാത്രമായി പ്രപഞ്ചത്തിൽ അവസാനിച്ചേനെ. ഇനി എങ്ങനെയാണ് കൃത്രിമമായിട്ട് നമ്മൾ ലബോറട്ടറിയിൽ ആൻറ്റി മാറ്റർ ഉണ്ടാക്കുന്നത് നോക്കാം. വളരെ ഉയർന്ന വേഗത്തിലുള്ള കണികകളെ തമ്മിലിടിപ്പിച്ചോ അല്ലെങ്കിൽ മറ്റൊരു ടാർഗറ്റിൽ ഇടിപ്പിച്ചോ ആണ് ആൻറ്റി മാറ്റർ സൃഷ്ടിക്കുന്നത്. ഉദാഹരണമായിട്ട് സേണിലുള്ള ലാർജ് ഹാർഡോൺ കൊളൈഡർ എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിൾ ആക്സിലറേറ്റർ ഉണ്ട്. ഇതിനകത്ത് പ്രോട്ടോണുകളെ വളരെ ഉയർന്ന ഊർജത്തിൽ ആക്സിലേറ്റ് ചെയ്തതിന് ശേഷം ടാർഗറ്റിൽ കൊണ്ട് ഇടിപ്പിക്കുന്നു. ഓരോ 10 ലക്ഷം കൊളിഷനും കഴിഞ്ഞാൽ ഏകദേശം 4 പെയർ പ്രോട്ടോണും ആൻറ്റി പ്രോട്ടോണും സൃഷ്ടിക്കപ്പെടും. ഇങ്ങനെ സൃഷ്ടിക്കപ്പെടുന്ന ആൻറ്റി പ്രോട്ടോണുകൾക്ക് ഞാൻ പറഞ്ഞു നെഗറ്റീവ് ചാർജാണുള്ളത്. ഈ ആൻറ്റി പ്രോട്ടോണുകളെ മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ച് ഡിഫ്ലക്റ്റ് ചെയ്ത് കൊണ്ടുപോയതിന് ശേഷം അതിനെ ഡിസലറേറ്റ് ചെയ്യിക്കും എന്ന് പറയാൻ അതിൻ്റെ സ്പീഡ് കുറയ്ക്കും. സ്പീഡ് കുറച്ച് ഇതിനെ എങ്ങും തട്ടാൻ പാടില്ല. എവിടെയെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യപ്പെടും?
അനിഹിലേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ തട്ടാതെ മാഗ്നറ്റിക് ഫീൽഡിനുള്ളിൽ കൺഫൈൻ ചെയ്യിച്ച് സത്യത്തിൽ സ്പൈറൽ ചെയ്യിച്ചാണ് ഇതിനെ നിലനിർത്തുന്നത്. കാരണം ഇതൊരു പാത്രത്തിൽ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റത്തില്ല. പാത്രം മാറ്ററാണ്. മാറ്ററിൽ ഈ ആൻറ്റി മാറ്റർ വന്നിടിച്ചു കഴിഞ്ഞാൽ അത് ഇല്ലാതായിത്തീരും. വളരെ ബുദ്ധിമുട്ടി മാത്രമേ നമുക്ക് ആൻറ്റി മാറ്റർ സൃഷ്ടിക്കാൻ കഴിയൂ. മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കുക, വളരെ ഉയർന്ന ഊർജം സപ്ലൈ ചെയ്തിട്ട് വേണം നമ്മൾ ആൻറ്റി മാറ്റർ സൃഷ്ടിക്കാൻ. അപ്പോൾ ഈ സൃഷ്ടിക്കപ്പെടുന്ന ആൻറ്റി മാറ്റർ തരുന്ന ഊർജത്തിനേക്കാളും വളരെ കൂടുതൽ ഊർജം കൊടുത്താൽ മാത്രമേ ആൻറ്റി മാറ്റർ ഉണ്ടാക്കാൻ കഴിയൂ. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരിക്കലും ഒരു എക്കണോമിക്കലി വയബിളായിട്ടുള്ള ഊർജ സ്രോതസ്സല്ല മാറ്റർ ആൻറ്റി മാറ്റർ ഇൻട്രാക്ഷൻ വഴി പുറത്തേക്ക് വരുന്ന ഊർജം. ഞാൻ നേരത്തെ പറഞ്ഞു 1 ഗ്രാം ആൻറ്റി മാറ്ററിൻ്റെ വില എന്ന് പറയുന്നത് $62 ട്രില്യൺ. അപ്പോൾ ആ ഡോളർ കണക്കാക്കുന്നത് ഇത് സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന വൈദ്യുതിയും മറ്റ് ചെലവുകളും എല്ലാം കൂടെ ചേർത്തിട്ടാണ് ആ $62 ട്രില്യൺ എന്ന് ഞാൻ പറഞ്ഞത്. മാറ്റർ ആൻറ്റി മാറ്റർ ഇൻട്രാക്ഷൻ വഴി 1 ജൂൾ എനർജി ഉൽപ്പാദിപ്പിക്കണം എന്നിരിക്കട്ടെ. എന്നാൽ ഈ ആൻറ്റി മാറ്റർ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ 1 മില്യൺ ജൂൾ ചെലവഴിക്കേണ്ടി വരും. അപ്പോൾ 1 മില്യൺ ജൂൾ ഉപയോഗിച്ച് 1 ജൂൾ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണത് എക്കണോമിക്കലി വയബിളാകുന്നത്? ഒരിക്കലുമല്ല. അപ്പോൾ ഇതിൽ നിന്നും ആൻറ്റി മാറ്റർ ഒരു ഊർജ്ജ സ്രോതസ്സായോ അല്ലെങ്കിൽ ഒരു വെപ്പണായോ ഉപയോഗിക്കാൻ സാധ്യമായ ഒന്നല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ആൻറ്റി മാറ്ററിനെ കുറിച്ചുള്ള കുറച്ച് വിവരങ്ങളെങ്കിലും നിങ്ങൾക്ക് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.